നമസ്കാരം. പതിരും കതിരും. പോടാ പുല്ലേ പോലീസ് എന്ന് ഒരിക്കലും നമ്മൾ പോലീസിനെ വിളിക്കരുത്. അത് നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ല എന്നാണ് PK ശ്രീമതി പറയുന്നത്. മറിച്ച് എങ്ങനെ വിളിക്കണമെന്ന് അക്കൻ നമുക്ക് പറഞ്ഞു തരുന്നു. മുത്തേ പൊന്നെ പോലീസേ, എന്ത് കുറ്റം ചെയ്തു ഞാൻ. ഇങ്ങനെ പാട്ടുപാടി അരുമയോടെ വേണം നമ്മൾ പോലീസിനോട് പെരുമാറാൻ. പോലീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പുഴുക്കലരി ദൈവത്തിൻ്റെ സൈന്യവും ലോകമെമ്പാടുമുള്ള പോലീസിന് മാതൃകയുമാണ്. പിണറായി വിജയൻ്റെ പോലീസിനെ കണ്ടുപഠിക്കൂ എന്നാണ് അമേരിക്ക പോലും പറയുന്നത്. അങ്ങനെയുള്ള പോലീസിനെയാണ് ഒരു മുൻ DGP പോടാ പുല്ലേ പോലീസ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ കേരള പോലീസ് കടിച്ചും തുടങ്ങി. അപ്പോൾ പുല്ലേ എന്ന് മാത്രമേ വിളിച്ചുള്ളല്ലോ എന്ന് സമാധാനിക്കുക. അല്ല ശ്രീമതി, മെയ് 4 കഴിഞ്ഞാൽ ഭരണചക്രം തിരിയും. അപ്പോൾ പിന്നെ പോലീസിനെ എന്തായിരിക്കണം വിളിക്കേണ്ടതെന്ന് ശ്രീമതിയുടെ പാർട്ടിയിൽ വല്ല ആലോചനയും നടക്കുന്നുണ്ടോ? അതോ മുൻപ് വിളിച്ച വിളികൾ ആവർത്തിക്കുകയുള്ളോ? സംസ്കാരത്തിന് നിരക്കാത്ത എന്ത് കണ്ടാലും അതിനെതിരെ പല്ലും നഖവും ഉപയോഗിച്ച് പ്രതികരിക്കുക എന്നത് ശ്രീമതിയുടെ കുഞ്ഞിലേ മുതലുള്ള ഒരു ശീലമാണ്. കൊല്ലത്തൊരു ചിന്തയില്ലാത്ത പെണ്ണ് അച്ഛനില്ലാത്ത നേരത്തെ ഒരു കഥ പാടി പുറത്തിറങ്ങിയപ്പോൾ ശ്രീമതി ഒരുപോലെ കണ്ണടച്ചില്ല. ഒരു കുട്ടിക്ക് എങ്ങനെയാണ് ഇത്തരത്തിൽ പെരുമാറാൻ കഴിയുക എന്ന ഒറ്റ ചിന്തയായിരുന്നു. പോലീസിനോട് പോയി ഗവർണറുടെ കക്കൂസ് കഴുകി കൊടുക്കട എന്ന് ആർഷോമൻ പറഞ്ഞ ദിവസവും ശ്രീമതി ഉറങ്ങിയില്ല. പോലീസ് സ്റ്റേഷനിൽ കയറി വേണമെങ്കിൽ ബോംബുണ്ടാക്കുമെന്ന് കോടിയേരി പണ്ട് പറഞ്ഞതിൽ പിന്നെ ശ്രീമതി ഒറ്റ ദിവസം ഉറങ്ങിയിട്ടില്ല. DYFIക്കാർ പോലീസുകാരെ തെറിയും തൊഴിയുമായി നേരിട്ടപ്പോഴും ശ്രീമതി മാത്രമേ കരയാനുണ്ടായിരുന്നുള്ളൂ. പിണറായിയുടെ പോലീസിനെ പോടാ പുല്ലേ എന്ന് വിളിച്ചാൽ അത് ചെന്ന് കൊള്ളുന്നത് ആരുടെ ചങ്കിലാണെന്ന് ശ്രീമതിക്കറിയാം. കാക്കിക്കുള്ളിൽ ഇപ്പോൾ പോലീസല്ല CPMൻ്റെ റെഡ് വോളണ്ടിയേഴ്സാണ് എന്നൊരു ചിന്ത പലർക്കുമുണ്ട്. CPയുടെ കാലത്തെ 5 രൂപ പോലീസിനേക്കാൾ ക്രൂരന്മാരായ ഗുണ്ടകളാണിപ്പോൾ തൊപ്പി വെച്ച് നക്ഷത്രവും അണിഞ്ഞു നിൽക്കുന്നത്. ഈ പറയുന്ന ഒന്നും കേരളത്തിലെ അന്തസ്സുള്ള നല്ലവരായ പോലീസുകാരെ പറ്റിയല്ല. മറ്റവന്മാരെ പറ്റി പറയുന്ന തെറിയെല്ലാം നിങ്ങൾക്കുള്ള സല്യൂട്ടാണ്. കഴിഞ്ഞ 10 വർഷത്തെ പിണറായി ഭരണം പോലീസിനെ ശരിക്കും ഒരു ഭൃത്യജന സംഘമാക്കി മാറ്റിയെടുത്തു. CPMകാർക്ക് മാത്രമേ നാട്ടിൽ നീതിയുള്ളൂ. റിട്ടയർ ചെയ്തൊരു DGP രാഷ്ട്രീയക്കാരിയായ ശേഷം പോലീസിനെ പോടാ പുല്ലേ എന്ന് വിളിച്ചാൽ അത്രയ്ക്ക് വലിയ അഭിമാനക്ഷതം ഉണ്ടാകുമോ പോലീസിന്? പിണറായി വിജയൻ ഇരുന്ന കസേരയിൽ നാളെ ഹൈക്കമാൻഡ് ഒരാളെ പ്രതിഷ്ഠിച്ചാൽ പിണറായിക്ക് കൊടുത്ത അതേ ആദരവ് കമ്മികൾ അവർക്കും കൊടുക്കുമോ? കസേര ഒഴിയുന്നതോടെ തീരുന്നതേ ഉള്ളൂ എല്ലാ അധികാരങ്ങളും ബന്ധങ്ങളും. DGP സെൻകുമാറിനെ മതിയാമ്പണ്ണം ആദരിച്ചാണോ പിണറായി പറഞ്ഞു വിട്ടുള്ളത്? അങ്ങനെയുള്ള ഒരാൾക്ക് പോലീസിനെ വിമർശിക്കാൻ പാടില്ലേ? അല്ലെങ്കിൽ തന്നെ പോലീസിനോട് നിയമവ്യവസ്ഥയോടും എങ്ങനെ പെരുമാറണമെന്നുള്ളത് CPMകാരെ കണ്ടുപഠിക്കണം നമ്മൾ. ഭരണം മാറിയാൽ മുണ്ടും പൊക്കി തെറിവിളിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലും, പ്രതികളെ ഇറക്കും, പോലീസുകാരെ കൈകാര്യം ചെയ്യും, അവൻ്റെ വീട്ടിലിരിക്കുന്ന മുഴുവൻ പേരെയും തെറി വിളിക്കും. അപ്പോൾ പോലീസിന് ഈ പറയുന്ന മഹത്വം ഒന്നും ഉണ്ടാകില്ല. മാത്രമല്ല, മെയ് 4 ശേഷം ഇരുണ്ട കാലത്തിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണല്ലോ. ഒരു ഗവർണറെ SFIക്കാരെ വിട്ട് തന്തയ്ക്ക് വിളിപ്പിച്ചവരുടെ സംസ്കാരം എന്താണെന്ന് ഇവിടെ ആർക്കാ ശ്രീമതി അറിഞ്ഞുകൂടാത്തത്? ശ്രീമതി പണ്ട് പറഞ്ഞതും ചെയ്തതുമൊക്കെ സംസ്കാരം മൂത്തു വിളയുന്ന കാര്യങ്ങളായിരുന്നല്ലോ. അമ്പലത്തിൽ പോകുന്ന പെണ്ണുങ്ങളുടെ ഈറൻ കുളിരിനെ പറ്റി ശ്രീമതി പറഞ്ഞപ്പോൾ എന്തായിരുന്നു അന്തങ്ങളുടെ ഒരു ആവേശവും കയ്യടിയും. തീവ്രത അളക്കാൻ കൊണ്ടു നടന്ന കോലെന്തിയെ അടുപ്പിൽ വെച്ചോ AKG സെൻറ്ററിൻ്റെ പരണത്ത് വെച്ചോ? ശ്രീമതിയുടെ പാർട്ടിക്കും കമ്മികൾക്കും മാത്രമേ പോലീസിനെ തന്തയ്ക്ക് വിളിക്കാനും തല്ലാനും ശാസിക്കാനുമുള്ള അവകാശമുള്ളൂ. അല്ലെങ്കിൽ തന്നെ പുല്ല എന്ന് പറഞ്ഞാൽ ഇത്ര നാണക്കേടിൻ്റെ കാര്യം എന്താണ്? വേടൻ്റെ തെറിപ്പാട്ടിനെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കാണോ സംസ്കാരത്തെപ്പറ്റി പറയാൻ യോഗ്യത? പരനാറിയെന്നും നിഷ്ഠജീവിയെന്നും പോലീസിനെ വിളിച്ചില്ലല്ലോ. പോലീസിനെ പുല്ല എന്ന് വിളിച്ചപ്പോൾ ഉണർന്ന നിങ്ങളുടെ തങ്ക മനസ്സ് എന്താ ജഡ്ജിമാരെ ശുംഭനെന്ന് ഒരു ജയരാജൻ വിളിച്ചപ്പോൾ ഒട്ടും ഉലയാതിരുന്നത്? പിണറായി വിജയൻ്റെ വകുപ്പായതുകൊണ്ടല്ലേ നിങ്ങൾക്കിത്ര നൊന്തുപോയത്? ടീച്ചറമ്മ അടുത്ത ഭരണം വരുമ്പോഴും ഈ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കണം. നിങ്ങളുടെ അനുജത്തിയുടെ ഭർത്താവായ ഉണ്ടംപൊരി ചിറ്റപ്പൻ പണ്ട് CBIയെ വിളിച്ചത് എന്തായിരുന്നു? ഫോടാ പുല്ലേ CBI എന്നല്ലേ? അപ്പോഴീ പുല്ലിന് നല്ല മാർദ്ദവമായിരുന്നു. ശ്രീലേഖ ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരിയാണ്. അവരുടെ പ്രതികരണത്തെ ആ നിലയ്ക്ക് കണ്ടാൽ മാത്രം മതി. പണ്ടിരുന്നതിൻ്റെ മുഴുപ്പൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. വീട്ടിലിരിക്കുന്ന സ്ത്രീകളുടെ മാനത്തിന് വില പറഞ്ഞ് ഒരു കള്ള ഡോക്ടറേറ്റുകാരി ആഭാസം പറഞ്ഞപ്പോൾ തിളയ്ക്കാത്ത ചോര എന്താ ശ്രീമതി?
വെറും പുല്ല് പ്രയോഗത്തിൽ ഇത്രയും അങ്ങ് തിളച്ചത്. പയ്യന്നൂരിൽ പോലീസിനെതിരെ ബോംബെറിഞ്ഞവന്മാരെ കോടതി ശിക്ഷിച്ചപ്പോൾ ജയിലിലേക്ക് യാത്രയാക്കാൻ ചെന്നൊരു ഉറങ്ങാത്ത ടീച്ചറമ്മയെ ശ്രീമതിക്ക് അറിയാമോ? TP കേസിലെ പ്രതികൾക്ക് മദ്യം വാങ്ങിക്കൊടുത്ത് തൊട്ടുകൂട്ടാൻ അച്ചാർ നീട്ടിക്കൊടുത്തവന്മാരുടെ സേവനമാണ് പോലീസിൽ ഇപ്പോഴുള്ളത്. ശ്രീമതി കൂടുതലൊന്നും ന്യായം പറയാനും ഡീക്കടിക്കാനും ഇറങ്ങാതെ ദേശീയ തലത്തിൽ മഹിളകളെ സംഘടിപ്പിച്ച് കേന്ദ്ര ഭരണം പിടിച്ച് പ്രധാനമന്ത്രിയാകാൻ നോക്ക്.